ലക്ഷ്യം വെച്ചും കണ്ടാണ് കുറച്ചധികം സമയം വണ്ടിയിൽ ഇരിക്കണ്ടോണ്ട് തന്നെ നൈലൂന് ബാക്കത്തെ സീറ്റ് സെറ്റ് ആക്കി കൊടുത്തു. സീറ്റ് എത്ര സെറ്റ് ആക്കി കൊടുത്താലും ഇന്ന വന്നൊന്ന് തൊയിലും കടത്തിയിട്ടില്ലെങ്കിൽ ഓക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് പോണ വൈക്ക് ഇടക്കരെത്തിയപ്പോതിന് മൂപ്പത്തി ഉറക്കത്തിന് ആവാഹിച്ചെടുക്കൽ തുടങ്ങിയിരിക്കണ്. അങ്ങനെ ഇടക്കരയും കഴിഞ്ഞ് വൈക്കടവും കഴിഞ്ഞ് നാട് കാണിച്ചോരം കയറിയപ്പോ മസനഗുടി വഴി ഊട്ടിക്കുള്ള യാത്ര ഒഴിവാക്കിയാണ്ട് നമുക്ക് ദസറ നടക്കണ മൈസൂർ പോയാലോ നാക്കി. പിന്നെ നമ്മള് മൈസൂരിലേക്കുള്ള യാത്രയിൽ ബന്ദിപ്പൂർ കാടുകളിൽ സ്ഥിരമായി കാണപ്പെടുന്ന പക്ഷിമൃഗാദികളൊക്കെ കണ്ടുകണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയില്ലേ. പോണ വൈക്കളെ മനോഹരമായ കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെ ഉറക്കത്തിലേക്ക് കീഴടങ്ങിയ നൈലൂനെയും കൂട്ടി നമ്മള് കർണാടക ബോർഡർ കടന്നു. അങ്ങനെ പോണ വൈക്കുണ്ടല്ലോ വിടർന്നു നിൽക്കുന്ന മല്ലികപ്പൂക്കളും വാടി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളെയൊക്കെ കണ്ടുകാണ്ടി പിന്നെ യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മൈസൂർ എത്തി. അവിടെ ചെന്നപ്പോൾ നമ്മള് നിലമ്പൂര് കാർണിവലിന് കറങ്ങണ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദസറിന്റെ ഭാഗമായിട്ടാണെന്നാ തോന്നുന്നത്. പിന്നെ നമ്മള് പോണ വൈക്കതാ കുതിരമ്മ നടക്കണ കുറെ കാക്കാരും കണ്ടുകണ്ട് നേരെ പാലസ് കണ്ട് വിട്ടു. ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.